ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ എടുത്ത വീഡിയോയാണ്. ഇന്നലെ ഇന്നുമായിട്ട് കുഞ്ഞിപ്പെണ്ണ് സ്കൂളിൽ പോയിട്ടില്ല, അവൾക്ക് ചെറിയ ജലദോഷമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ചേട്ടായിക്കും അക്കുവിനും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ തീയൽ വെച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നോട് മീന ചേച്ചി ഹായ് പറയാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പേ പറഞ്ഞതായിരുന്നേ. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മറന്നു പോകും. പിന്നെ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞങ്ങ് പോകും. പിന്നെ ഇതൊക്കെ അങ്ങ് മറന്നു പോകും. അതുകൊണ്ടാട്ടോ ഇത്രയും ദിവസം പറയാതിരുന്നേ. അപ്പോൾ മീന ചേച്ചിക്ക് വലിയൊരു ഹായ്. പിന്നെ ഞാൻ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഉലുവയും കൂടെ കൂട്ടിയിട്ടാണ് വറക്കുന്നത്. ആദ്യം ഒരു 7 മിനിറ്റ് നന്നായിട്ട് തേങ്ങയൊക്കെ വറുത്ത് അതിൻ്റെ വെള്ളം നനവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടില്ല. പിന്നെ ചെറിയ തീയിൽ കരിയാതെ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വറുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഇത് കുറച്ച് തേങ്ങയേ ഉള്ളൂ, മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ അരയത്തില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തേ. ചെമ്മീൻ തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. പിന്നെ സവാളയേക്കാളും നല്ലത് ചെറിയുള്ളി തന്നെയാണ്. കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല. എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് വഴറ്റിയെടുക്കുക. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഒത്തിരി വേണ്ട, കുറച്ച് മതി. മുളക് ഞാൻ കുറച്ച് വറക്കാനും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ശകലം മുളകും പിന്നെ മല്ലിപ്പൊടി മുളക് എടുക്കുന്നതിൻ്റെ പകുതി മതിയേ. മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഒരു തക്കാളിയുടെ പകുതി, ഇത്രയും വേണ്ട കേട്ടോ. അപ്പോൾ ഈ പകുതി തക്കാളിയും കൂടെ അരിഞ്ഞങ്ങിടുവാണേ. പിന്നെ ചെമ്മീൻ തീയൽ വെക്കുമ്പം ഒരു നുള്ളു പെരിഞ്ചീരകവും കൂടെ തേങ്ങ വറക്കുന്ന കൂടെ ഇട്ടാലും നല്ലതാണ്. ഞാനിപ്പം ഇട്ടിട്ടില്ല. പിന്നെ അധികം പുളിയാകാതെ വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തക്കാളി കുറച്ചെടുത്തേ. ഈ ചെമ്മീൻ തീയലിൽ തേങ്ങാക്കൊത്തോ മുരിങ്ങക്കായോ ഒക്കെ വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ഇനി കുറച്ച് വാളംപുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുവാണേ. പുളി അധികം വേണ്ട, ചെറിയൊരു പുളിപ്പ് മതി. അന്നേരം ഒത്തിരി ഒഴിക്കണ്ട കേട്ടോ വാളംപുളി. ഇനി തേങ്ങ വറുത്തരച്ച് വെച്ചില്ലേ, അത് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം. എന്നിട്ട് വേണം ചെമ്മീൻ ചേർക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. തേങ്ങ വറുത്തരച്ചുള്ള എല്ലാ കറികളിലും തേങ്ങ ലാസ്റ്റ് ചേർക്കാതെ ആദ്യം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുമ്പോഴാട്ടോ കറിക്ക് ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നതൊക്കെ. ചെമ്മീൻ ഞാൻ നേരത്തെ ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഐസൊക്കെ മാറാൻ വേണ്ടി രാവിലെ കുറച്ച് നേരം പുറത്തൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒന്നുകൂടെ കഴുകുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എന്നാലും നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ കഴുകണമല്ലോ. അങ്ങനെ കഴുകി ചെമ്മീനൊക്കെ ഇട്ടു, അത് വേകാൻ വെച്ചു. ആ സമയത്ത് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി അരിയുവാണേ. രാവിലത്തേക്ക് കഴിക്കാൻ ദോശ ഉണ്ടാക്കണം. ദോശയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കുന്നില്ല. ചെമ്മീൻ തീയൽ വെച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും എല്ലാം കണക്കാക്കിയാണ് ചെമ്മീൻ തീയൽ വെച്ചേക്കുന്നത്. കുറച്ച് ചാറായിട്ടാണ് കേട്ടോ വെച്ചത്, ഞാൻ ഒത്തിരി പറ്റിച്ച് വെച്ചിട്ടില്ല. പിന്നെ ലാസ്റ്റ് ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ കറി കുറച്ചുകൂടെ കുറുകി വരികയും ചെയ്യും. ഇന്നിപ്പോൾ ചേട്ടായിക്കും അക്കുവിനും ഒക്കെ കുറച്ച് താമസിച്ച് പോയാൽ മതി കേട്ടോ. അതുകൊണ്ട് തലേദിവസം ഞാൻ തേങ്ങ വറുത്ത് വെക്കുകയും പിന്നെ കറിക്ക് ഒന്നും അരിഞ്ഞ് വെക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. എല്ലാം പിറ്റേ ദിവസം തന്നെ കേട്ടോ ചെയ്തത്. ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കഴിച്ചില്ല. അവൾക്ക് ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് പഴം വാട്ടി തന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യിൽ പഴം വാട്ടിയെടുക്കുവാണേ. ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്ത് മമ്മി ഇതുപോലെ നെയ്യിൽ പഴം വാട്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടും, പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് മിക്സാക്കി തരുമായിരുന്നേ. എപ്പോഴും പഴം പുഴുങ്ങിയത് തന്നെ തിന്നുമ്പോൾ മടുത്തു പോകുകയല്ലേ. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ മുട്ടയും പഴവും പഞ്ചസാരയും നെയ്യും കൂടെ മിക്സാക്കി തരും. ചില ദിവസങ്ങളിൽ മുട്ട ഇടത്തില്ല, ഇങ്ങനെ ഈ പഴവും പിന്നെ നെയ്യും പഞ്ചസാരയും കൂടെ മിക്സാക്കി തരുവാണ് ചെയ്യുന്നത്. ചിലപ്പോൾ തേങ്ങ ചിരണ്ടിയതിടും. കുഞ്ഞിപ്പെണ്ണിനൊന്നും മുട്ട പൊട്ടിച്ചൊഴിച്ച് പഴം വാട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പഴം തന്നെ നെയ്യിൽ പഞ്ചസാര ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പഴം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേ പഞ്ചസാര ഇടത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഉരുകി പിടിച്ച് പിന്നെ എന്തോ പോലെ ആവും. ഇനി അടുത്ത പരിപാടി പല്ലിയേയും പാറ്റയും കൊതുകിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്നുണ്ടാക്കുവാണേ. ഒരു 2-3 കുരുമുളകിൻ്റെ ഇല എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ച് വെച്ചു. പിന്നെ 2 ഗ്ലാസ് വെള്ളവും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചതച്ച സാധനം എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടു. അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ മണമൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. എന്നിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഏതെങ്കിലും പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പഴയ പാത്രം എടുത്താൽ മതി കേട്ടോ, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന ബ്രഷൊക്കെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന പാത്രമാണ്.
പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ച് കുപ്പിയിലേക്ക് ഒഴിക്കണം. ഇവിടെ പാറ്റ അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ 1-2 എണ്ണത്തിനെ കാണും. പക്ഷേ പല്ലിയേയും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ശല്യമാണേ. പാറ്റ ഗുളികയൊക്കെ മേടിച്ചിട്ട് നമ്മൾ അലമാരിയിലും അങ്ങനെ പല സ്ഥലത്തും കൊണ്ട് വെക്കാറുണ്ടല്ലോ. അതുപോലെ പല്ലിക്കും മരുന്നൊക്കെ കിട്ടും. പക്ഷേ അതൊന്നും മേടിച്ചിട്ടും ഇതുപോലെ ഭയങ്കര ശല്യം കേട്ടോ. പല്ലിയുടെ ശല്യമൊന്നും ഒരു കുറവും ഇല്ലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു മരുന്ന് ഉണ്ടാക്കി ഒഴിച്ച് കഴിഞ്ഞപ്പം കുറച്ച് കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കുറേ നാളായി ഈ മരുന്നൊന്നും ഒഴിക്കാതെ ആയിട്ട്. ഇപ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കോണിക്കൂടിൻ്റെ ഷീറ്റിൻ്റെ വശത്തോട്ടോ ഇവരുടെ താമസം. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം പല്ലി ഇരിപ്പുണ്ട്. പിന്നെ പല്ലിക്കാഷ്ടമായി ഷീറ്റിൻ്റെ ആസ്പെറ്റോസിൻ്റെ അടിവശത്തെല്ലാം കാണുന്നതൊക്കെ. ഈ സ്റ്റെയറിൻ്റെ വശത്താണ് പകലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്റ്റെയറിലൊക്കെ പല്ലിക്കാഷ്ടമൊക്കെ കാണാൻ കേട്ടോ. പക്ഷേ രാത്രിയായി കഴിയുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഓരോ പ്രാണികളെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ജനലിൽ കൂടെ ഒക്കെ നടക്കുന്നതൊക്കെ കാണാം. അതുകൊണ്ട് ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ മരുന്നൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അടിച്ചു വാരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് 4 വശത്തുനിന്നും പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അവിടെ ഒരു പല്ലി കിടക്കുന്ന കണ്ടില്ലേ. ഇവിടെ സ്റ്റെയറിൽ ടൈലിട്ടിട്ടില്ലല്ലോ, ഒരു ഷീറ്റല്ലേ വിരിച്ചേക്കുന്നത്. ആ ഷീറ്റ് മൊത്തം പല്ലിക്കാഷ്ടമാണ്. അതുകൊണ്ട് പുറത്തു കൊണ്ട് എല്ലാം കുടഞ്ഞ് കളഞ്ഞേച്ച് ഒന്ന് നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തു ആ ഷീറ്റ്. ഇനിയിപ്പം സ്റ്റെയറിൻ്റെ മോൾ വശത്തെ വാതിലൊക്കെ തുറന്നൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് അടിച്ചു വാരി തുടങ്ങിയത് കേട്ടോ. എനിക്കാണെങ്കിൽ അലർജിയുടെ പ്രശ്നമുണ്ട്. പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജലദോഷം വരും, പിന്നെ ഭയങ്കര തുമ്മലായിരിക്കും. എന്നാലും മുഖമൊക്കെ മൂടിക്കെട്ടി പിന്നെ വാതിലൊക്കെ ജനലും എല്ലാം തുറന്നൊക്കെ ഇട്ടേച്ചാണ് അടിച്ചു വാരി വൃത്തിയാക്കിയത്. അടിച്ചു വാരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെയാണെന്നറിയത്തില്ല പല്ലിയെല്ലാം ഓട്ടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഷീറ്റൊക്കെ വിരിച്ചൊക്കെ ഇട്ടു. എനിക്ക് അലർജിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് മാസത്തിൽ ഒന്നേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ. ഭയങ്കര പൊടിയല്ലേ. പിന്നെ സ്റ്റെയറിൻ്റെ മുകളിലേക്ക് തുണി വിരിക്കാനല്ലാതെ വേറെ ആവശ്യങ്ങൾക്കൊന്നും പോകാറുമില്ല. ഈ കോണിക്കൂട് ഇച്ചിരി വലുപ്പത്തിൽ ഒരു കട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന പരുവത്തിൽ പണിയണം, എന്നിട്ട് ടൈലിടാം എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ അതൊക്കെ നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നതിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ ആ പണികളൊക്കെ തീരത്തുള്ളൂ. താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ പണികളൊന്നും തീരത്തില്ലെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി കേട്ടോ. നമ്മളിവിടെ താമസിക്കാൻ വന്നപ്പോൾ സ്റ്റെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ഷീറ്റ് ഇട്ട് മൂടി വെച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോണിക്കൂട് നമ്മൾ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് കോണിക്കൂട് പണിതത്. അന്നേരം വലുതായിട്ട് പണിയണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ. പിന്നെ സാധാരണ കോണിക്കൂട് പണിയുന്ന പോലെ അങ്ങ് പണിയുകയാണ് ചെയ്തത്. എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഷീറ്റൊക്കെ വിരിച്ചൊക്കെ ഇട്ടു. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ മൊത്തത്തിൽ അടിച്ചു വാരി തറയൊക്കെ തുടച്ചു. ഈ സ്റ്റെയർ അടിച്ചു വാരുമ്പോൾ ഹോളിലെ ടൈലിലേക്ക് പരമാവധി വീഴാതെ കേട്ടോ ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. താഴത്തെ ഒരു 2-3 സ്റ്റെപ്പ് എത്തുമ്പം പിന്നെ ഡസ്റ്റ്പാനിൽ അതെല്ലാം പൊടികളെല്ലാം കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മരുന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതുണ്ടാക്കി നോക്കിയപ്പോൾ കുറേ പല്ലിയുടെ ശല്യം കുറവുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒത്തിരി നാളായിട്ട് പിന്നെ ഉപയോഗിക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഈ മരുന്ന് ഒഴിച്ചിട്ട് ഞാൻ എല്ലായിടത്തും സ്പ്രേ ചെയ്യുക കേട്ടോ. കോണിക്കൂടിൻ്റെ അവിടെയാണല്ലോ പ്രധാനമായിട്ട് മരുന്ന് അടിക്കേണ്ടത്. അവിടെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മരുന്ന് അടിച്ചത്. ഈ കുപ്പിയിലെ മരുന്ന് ഞാനിവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്തൊന്നും മരുന്ന് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു കുപ്പിയിലേക്ക് മരുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഈ മരുന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പല്ലിയും ഞാൻ കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി പല്ലികൾ പ്രാണികളെ തിന്നാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതാണ്. പക്ഷെ ഒന്നിനെയും കണ്ടില്ല. പിന്നെ കർപ്പൂരം ഉണ്ടല്ലോ, അത് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ കർപ്പൂരം പൊടിച്ച് മിക്സാക്കി ചേർത്തിട്ടും ഇതുപോലെ സ്പ്രേ ചെയ്താലും നല്ലതാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ടിപ്പാണിത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത്. ചേട്ടേ, അമക്കി അടിക്കണമെങ്കിൽ കുറ്റിച്ചൂല് വേണം. ഇതും കൊണ്ട് പറ്റത്തില്ല. ഇതിങ്ങനെ ഇളകി പോണ്ടേ? അടിക്കാനോ? ഇളക്കാതെ അടിച്ചാൽ മതി. പിന്നെ ഇവിടെ ഈ പെയിന്റ് അടിക്കുമ്പോഴേ ഇതിങ്ങനെ ഇളക്കി അവര് ക്ലീൻ ചെയ്യും. അവര് തന്നെ ചെയ്യും, നമ്മൾ ചെയ്യണ്ട. നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഒന്നുകൂടെ. അവിടുത്തെ ചപ്പും ഇതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയാൽ മതിയെന്നല്ലേ?
ഇതാ പായലത് ശരിക്ക്. ഇതൊക്കെ പിള്ളേരിടുന്ന കുപ്പിയാ. അത് നമ്മളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.